മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്പേസ് ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ ജനതയുടെ ചരിത്രം ഒരുപക്ഷേ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കാം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ജനതയെ ദൈവം തൻ്റെ കൈവെള്ളയിൽ കാത്തുസൂക്ഷിക്കുന്ന ചരിത്രമാണ് പഴയ നിയമത്തിൽ ബാബിലോൺ വിപ്രവാസത്തിന് മുമ്പ് വരെ നാം കാണുന്നത്. ദൈവം എത്രയേറെ സ്നേഹിച്ചിട്ടും ദൈവത്തോട് അവിശ്വസ്തത കാട്ടിയും അന്യദേവന്മാരെ ആരാധിച്ചും ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ ബാബിലോൺ വിപ്രവാസത്തിന് ശേഷം ദൈവം ഇടപെട്ടിട്ടില്ല. ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ഇരുൾ മൂടിയ കാലഘട്ടമെന്ന് ഈ നാളുകൾ അറിയപ്പെട്ടു. അതെ, ഇസ്രായേൽ ചരിത്രത്തിൽ ദൈവം മൂകനായിരുന്ന, ദൈവം നിശബ്ദനായിരുന്ന 400 വർഷങ്ങൾ. അങ്ങനെ തൻ്റെ മഹാമൗനത്തിന് അവസാനം കുറിച്ചുകൊണ്ട് 400 വർഷങ്ങൾക്ക് ശേഷം ദൈവം ലോകചരിത്രത്തിൽ ഇടപെട്ട സംഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. രക്ഷകന് വഴിയൊരുക്കാൻ നിയോഗിക്കപ്പെട്ട സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ സക്കറിയായ്ക്ക് നൽകുന്ന മഹത്തായ സന്ദേശം. ഈ സന്ദേശത്തോടുകൂടെ മനുഷ്യചരിത്രത്തിൻ്റെ രക്ഷാകര യാത്ര പുനരാരംഭിച്ചു. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥ വായനയോടുകൂടെ ആരാധനാക്രമവത്സരത്തിലെ മംഗളവാർത്താ കാലത്തിലേക്ക്, ആഗമന കാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. 4 ഞായറാഴ്ചകളാണ് മംഗളവാർത്താ കാലത്തിനുള്ളത്. ഒന്നാമത്തെ ഞായറാഴ്ച സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് നാം വായിക്കുന്നത്. രണ്ടാമത്തെ ഞായറാഴ്ച ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും, മൂന്നാമത്തെ ഞായറാഴ്ച സ്നാപക യോഹന്നാൻ്റെ ജനനവും, നാലാമത്തെ ഞായറാഴ്ച ഈശോ മിശിഹായുടെ ജനനവും നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിലെ 4 ശ്രദ്ധേയമായ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് അബിയായുടെ ഗണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഏതാണ് അബിയായുടെ പുരോഹിത ഗണം? ദാവീദ് ലേവി പുരോഹിതരെ 24 ഗണങ്ങളായി തിരിച്ചിരുന്നു. എന്നാൽ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ഇതിൽ 4 ഗണങ്ങൾ മാത്രമേ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നുള്ളൂ. വിപ്രവാസത്തിനു ശേഷം ഇവരെ വീണ്ടും 24 ഗണങ്ങളായി തിരിച്ചതിൽ 8ാമത്തെ ഗണമായിരുന്നു അബിയായുടെ ഗണം. ഓരോ ഗണത്തിനും വർഷത്തിൽ 2 പ്രാവശ്യം ദേവാലയ ശുശ്രൂഷയ്ക്ക് അവസരം ലഭിച്ചിരുന്നു. ഇപ്രകാരം അബിയായുടെ ഗണത്തിൻ്റെ ശുശ്രൂഷ സമയത്താണ് ആ ഗണത്തിൽപ്പെട്ട സഖറിയായ്ക്ക് ധൂപം അർപ്പിക്കാനുള്ള കുറി വീണത്. രണ്ടാമതായി, ഗബ്രിയേൽ മാലാഖയെക്കുറിച്ച് യഹൂദരുടെ ഇടയിലെ വിശ്വാസം എന്തായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. യഹൂദരുടെ വിശ്വാസമനുസരിച്ച് ഗബ്രിയേൽ 4 പ്രധാന ദൂതന്മാരിൽ ഒരാളായിരുന്നു. മിഖായേൽ, സെറിയേൽ, റപ്പായേൽ എന്നിവരായിരുന്നു മറ്റ് പ്രധാന ദൂതന്മാർ. പഴയ നിയമത്തിൽ ദാനിയേലിന് ദർശനം വ്യാഖ്യാനം ചെയ്തു കൊടുത്തതും പ്രവചനത്തിന് സഹായിച്ചതും ഗബ്രിയേൽ ദൈവദൂതനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർ ദൈവത്തിൻ്റെ മുൻപിൽ അവിടുത്തെ സ്തുതിക്കുകയും മനുഷ്യനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്തു എന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുമുണ്ട്. മൂന്നാമതായി, വീഞ്ഞോ മറ്റു ലഹരിയ പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല എന്ന സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള പ്രസ്താവന ശ്രദ്ധേയമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ നാസിർ വ്രതത്തെയാണോ സൂചിപ്പിക്കുന്നത് എന്ന സംശയം ഒരുപക്ഷെ തോന്നിയേക്കാം. നാസിർ വ്രതക്കാർക്ക് വീഞ്ഞൊഴിച്ച് ബാക്കി എന്തും ഭക്ഷിക്കാമായിരുന്നു. അവർക്ക് സാധാരണ വസ്ത്രം ധരിക്കാമായിരുന്നു. അവർക്ക് വിവാഹം കഴിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ നാസിർ വ്രതക്കാരൻ ആകാൻ സാധ്യത കുറവാണെന്നും അദ്ദേഹം യഹൂദരുടെ ഇടയിലെ എസീൻ സമൂഹത്തിലേതുപോലെ മരുഭൂമിയിലെ ഒരു സന്യാസിയാകാനാണ് സാധ്യത എന്നുമാണ് കരുതപ്പെടുന്നത്. നാലാമതായി, ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രദ്ധേയരാകുന്നത് സക്കറിയ എലിസബത്ത് ദമ്പതികളാണ്. സുവിശേഷം മാതൃകാ ദമ്പതികളായി അവതരിപ്പിക്കുന്ന 2 പേർ. മക്കളുണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും ദൈവത്തെയോ ദൈവപദ്ധതിയെയോ പഴിക്കാതെ ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായി ഇവർ ജീവിച്ചു പോന്നു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തു ജീവിക്കുന്നു എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ എന്താണ് യഥാർത്ഥ സൗന്ദര്യം എന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്: ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയിട്ടും കൈകോർത്തു പിടിച്ചു നടക്കുന്ന വൃദ്ധ ദമ്പതികളിൽ ഒരു ദൈവീക സൗന്ദര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ദൈവിക സൗന്ദര്യത്തിൻ്റെ ഉദാഹരണമായി സക്കറിയ എലിസബത്ത് ദമ്പതികളെ നമുക്ക് കാണാം. അവരെപ്പോലെ സന്തുഷ്ടമായ മനോഹരമായ ജീവിതം നയിക്കുവാൻ ഇന്നത്തെ സുവിശേഷവും ഓരോ ദമ്പതികളെയും ഓർമ്മപ്പെടുത്തുന്നു. കാത്തിരിപ്പിൻ്റെ ആധ്യാത്മികതയെ നമുക്ക് പരിചയപ്പെടുത്തുന്ന കാലഘട്ടമാണല്ലോ മംഗളവാർത്താ കാലം. വലിയ പ്രത്യാശയും പ്രതീക്ഷയും നമ്മുടെ ജീവിതങ്ങൾക്ക് സമ്മാനിക്കുന്ന കാലമാണിത്.
ഇന്നത്തെ സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് പോലെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ, നിരാശകളിൽ, പൂർവ്വപിതാക്കന്മാരിൽ നമ്മൾ ദർശിച്ച വിശ്വാസ തീക്ഷ്ണതയോടെ, പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്കും സാധിക്കട്ടെ. ആമേൻ.